ഏകദേശം ഒരു 1:30 ആയ സമയത്ത് ഞാൻ നീറ്റ് ഫ്രഷായി റെഡിയായി വന്നപ്പോഴത്തും 2:10 സാധാരണ നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാറുണ്ട്. എങ്ങോട്ടാ പോകണ പറഞ്ഞില്ലല്ലോ, ഞാൻ കോളേജിൽ പോവാണ്. എനിക്കൊരു സാധനം എടുക്കാനുണ്ട്, മീൻസ് ഒരു റെക്കോർഡ് എടുത്തിട്ട് തിരിച്ച് വരണം. അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരുന്ന രീതിയിൽ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും 3:15 ട്രെയിൻ അല്ലെങ്കിൽ 3:10 ട്രെയിനാണ് എടുക്കാറ്. കോഴിക്കോട് നിന്ന് 3:15 ട്രെയിൻ മാവേലിയാണ്. ഓൾമോസ്റ്റ് മംഗലാപുരം പഠിക്കുന്ന എല്ലാ കുട്ടികളും ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനാണ്. കാരണം തിരുവനന്തപുരം മുതൽ അധികം ആൾക്കാരും ട്രാവൽ ചെയ്യുന്നൊരു ട്രെയിനാണ്. പിന്നെ എനിക്ക് സാധാരണ ഞാൻ കയറിങ്ങാണ്ട് ഒരു ഉറങ്ങി എണീക്കുമ്പോൾ മംഗലാപുരം എത്തലുണ്ട്. ഇങ്ങനെ കണ്ണൂർ ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ട്രെയിൻ എത്ര ലേറ്റ് ആണെങ്കിലും കറക്റ്റ് ടൈമിന് മംഗലാപുരത്തെത്തും. കാരണം മംഗലാപുരം സെൻട്രലാണ് ഞാൻ ഇറങ്ങൽ. അപ്പം അവിടെ എങ്ങനെയായാലും അവർ ഓൺ ടൈമിൽ എത്തിക്കും. ഞാനിവിടുന്ന് ട്രെയിൻ കയറിയ സമയത്ത് 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ട്രെയിൻ വന്നത്. പക്ഷെ എങ്ങനെയായാലും അവർ ഓടിങ്ങാണ്ട് കറക്റ്റ് ടൈമിന് എത്തിക്കും. കറക്റ്റ് 8:15 ഞാൻ മംഗലാപുരം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി അവിടെ നിന്ന് തന്നെ ഒരു ദോശയും കഴിയും. കാരണം തിരിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേനും എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കാനുള്ളൊരു ടൈം കിട്ടൂല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എൻ്റെ കോളേജിനെ പറ്റി ചോദിക്കുന്നവരോട്, ഞാൻ മംഗലാപുരത്ത് ആലിയ കോളേജിലാണ് പഠിക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ വരുന്നത് ഏനപ്പോയ മെഡിക്കൽ കോളേജിലാണ് നമുക്ക് പോസ്റ്റിംഗ് വരുന്നത്. ഇപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന അതല്ലാതെ വേറെ 2-3 ഹോസ്പിറ്റലിൽ നമുക്ക് പോസ്റ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ പാക്കേജ് എത്രയാണെന്ന് ചോദിച്ചു. ഞാനിതിൽ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളേജ് വരുന്നത് മംഗലാപുരം ഉള്ളാലാണ്. ഉള്ളാലെന്ന് പറഞ്ഞാൽ മംഗലാപുരം സെൻറ്റർക്ക് ഓടേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക ട്രെയിനും ഉള്ളാൽ തന്നെ നിർത്തുകയും ചെയ്യും. കോളേജിൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നവരോട് കമൻറ്റിൽ എനിക്ക് എൻ്റേതായ പരിമിതികൾക്കനുസരിച്ചാണ് ഞാൻ റിപ്ലൈ തരാറ്. ഇനി അതല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ബയോയിലുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാലും മതി. ഇതാണ് പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ പാക്കേജ്. ഓരോ വർഷം കൂടുന്തോറും പാക്കേജിൽ ഡിഫറൻസ് വരും. ഇപ്പം നമ്മളെടുക്കുന്ന സമയത്തുള്ള പാക്കേജ് ആവില്ല അടുത്ത വർഷത്തതും അതിൻ്റെ മുന്നത്തെ വർഷത്തതും ഒക്കെ. അപ്പം ഓരോ വർഷത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാക്കേജ് ഉണ്ടാവാറ്. പിന്നെ ഇതിലും കുറച്ച് കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലൊരു കോളേജിലൊക്കെ ഈ ഒരു റേറ്റ് വരും. പിന്നെ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും മലയാളീസാണ് വരുന്നത്. പിന്നെ മെസ്സാണെങ്കിലും കേരള മെസ്സാണ് വരുന്നത്.